അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ചിക്കൻ കൊണ്ടൊരു ഐറ്റംസ് ഉണ്ടാക്കാനാണ്. കാന്താരി ചിക്കൻ എന്നും പറയാം, ഷമീം സ്പെഷ്യൽ കാന്താരി ചിക്കൻ. അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് 2 ചിക്കൻ എടുത്തിട്ടുണ്ട്, കിറലിട്ട് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എടുത്തിട്ടുള്ളത് വെച്ചാൽ കാന്താരിയാണ്. ഒരു 5-10 കാന്താരി, 10-15 കാന്താരി ഉണ്ടാവും. പിന്നെ കാന്താരി എടുത്ത് അതിൻ്റെ കൂടെ എടുത്തിട്ടുള്ളത് പുതിനച്ചപ്പ്, മല്ലിയില, പിന്നെ കറിവേപ്പില. പിന്നെ അതിൻ്റെ കൂടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി, 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈര്, പിന്നെ ചെറുനാരങ്ങ, പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി മിക്സിയിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ എടുത്തിടേണ്ടത് കാന്താരിയാണ്. കാന്താരി ഇടുന്നുണ്ട്. കുറച്ച് കാന്താരി എടുത്തിട്ട് പിന്നെ ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മല്ലിയില, പുതിനയില, പിന്നെ കറിവേപ്പില, അതെല്ലാം എടുത്ത് നമുക്കിത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് സമയം. പിന്നെ ഇടേണ്ടത് കുറച്ച് ഇഞ്ചി പറയാൻ വിട്ടു കേട്ടോ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടണം. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതെല്ലാം കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തക്കാളി ഇടണം കേട്ടോ. നമ്മൾ എടുത്ത് വെച്ച തക്കാളി എടുത്തിട്ട് ഒന്നും കൂടി നല്ല ഇറങ്ങിൽ മിക്സ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഇറങ്ങൽ. പിന്നെ അത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർക്കണം കേട്ടോ. രണ്ടോ മൂന്നോ സ്പൂണ് ചെറുനാരങ്ങ നീര്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച തൈരിൽ നിന്ന് 2 സ്പൂണ് ഇതിലേക്ക് ചേർക്കുക. 2 സ്പൂണ് തൈരും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ല രീതിയിൽ മിക്സ് ആകുന്നതിനൊന്ന് ഇളക്കിയിട്ട് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഒലീവ് ഓയിലാണ് കേട്ടോ. ഒരു 3 സ്പൂണ് ഒലീവ് ഓയിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ല രീതിയിൽ ഇളക്കിയിട്ടാകുമ്പോൾ നമ്മൾ ചിക്കൻ എടുത്ത് ഇതിലിട്ടിട്ട് മസാല ചിക്കനെ നല്ല രീതിയിൽ പിടിപ്പിക്കുക. മസാല ഇതേപോലെ നല്ല രീതിയിൽ പിടിപ്പിച്ചിട്ട് എല്ലാ മൂലക്കും എത്തുന്നത് രീതിയിൽ പിടിപ്പിക്കാം കേട്ടോ. മസാല ഇതേപോലെ നല്ല രീതിയിൽ എല്ലാ ചിക്കനും പിടിപ്പിച്ചിട്ട് നമുക്ക് ഒരു 4 മണിക്കൂർ എടുത്തു വെക്കാം. മസാല പിടിക്കുന്നവരെ 4 മണിക്കൂർ എടുത്തു വെക്കാം നമുക്കിത്. ഓക്കെ, അങ്ങനെ 5 മണിക്കൂറായി കേട്ടോ ചിക്കൻ മസാലയിൽ വെച്ചിട്ട്. മസാലയെല്ലാം പിടിച്ച് ചിക്കൻ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്ക് അടുപ്പ് കൂട്ടുന്ന പരിപാടി വേണം. ഓക്കെ, അങ്ങനെ അടുപ്പ് കൂട്ടി തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചിരട്ടല ശക്തമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തീയെല്ലാം സെറ്റായിട്ട് വരാം കേട്ടോ. കനലായി കേട്ടോ, കനലായി. നമുക്ക് ചിക്കൻ വെച്ച് തുടങ്ങാം. രാത്രി ആയതുകൊണ്ട് കാണുമെന്ന് അറിയില്ല, നല്ല ചൂടല്ലേ. അങ്ങനെ ഗ്രില്ല് വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോയെന്നറിയില്ല.
ഇതാണ് ഗ്രില്ല്. അങ്ങനെ ചിക്കൻ ചൂടലേ സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞു. പിന്നെ ചിക്കൻ ചുട്ട് കളർന്നു പോയതാണ്. പിന്നെ അതാണ് നമ്മളെ ചിക്കനെല്ലാം ചുട്ട് ക്ലിയറാക്കി നിൽക്കും. ഇരുന്നിട്ട് ഒരു അടിയടിയാണ്ട്. നമ്മുടെ എങ്ങനെയുണ്ട് ചിക്കൻ? അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് കഴിച്ചു. നിങ്ങൾ വീഡിയോ കണ്ട് തീരുമ്പോഴത്തേക്ക് നമ്മൾ റാഹത്തായിട്ട് കഴിച്ച്. പിന്നെ വീഡിയോ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.